ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്റർ ആണ്, ഐഡൻറ്റിഫൈങ് ഗ്രാമാറ്റിക്കൽ ലേബൽസ് ആൻഡ് ഫങ്ഷണൽ ലേബൽസ് ഓഫ് വേർഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ വരുന്നത് നൗണാണ്. നമുക്കറിയാവുന്ന കാര്യമാണ് നൗണ് അല്ലേ. അപ്പോൾ നൗണിന് 7 നൗൺസുകളുണ്ട്, 7 ടൈപ്സ് ഓഫ് നൗൺസുകളുണ്ട്, അതും ഡിസ്കസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നൗൺ എന്താണെന്ന് വെച്ചാൽ അത് നമ്മളൊരു വേർഡ്സ്, നമ്മുടെ ഒരു പേഴ്സണെയോ പ്ലേസിനെയോ തിങ്ങിനെയോ ഒക്കെ നെയിം ചെയ്യുന്നതാണ് നൗണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എഴുതണം. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഫോം ക്ലാസ്സും ഫങ്ഷണൽ ക്ലാസ്സും. അതിൽ ഫോം ക്ലാസ്സിൽ വരുന്നതാണ് എന്ത്, നൗണ് അല്ലേ. അപ്പോൾ അത് എല്ലാറ്റിലും ഇതിൽ വരുന്ന എല്ലാ ഈ ടൈപ്സ് ഓഫ് എല്ലാ വേർഡ്സിലും ആ ഒരു കാര്യം നമ്മൾ എഴുതുന്നത് നല്ലതാവും ചോദിക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ എഴുതുക നൗൺ ഈസ് എ ഫോം ക്ലാസ് വേർഡ് ഓർ കോണ്ടൻറ്റ് വേർഡ്. നമ്മൾ ഓൾറെഡി മുമ്പ് പഠിച്ചതാണ് അത് കേട്ടോ, മറക്കരുത്. അതെന്താണ്, ദാറ്റ് നെയിംസ് എ പേഴ്സൺ, പ്ലേസ്, തിങ്, എനിമൽ ഓർ ആൻ ഐഡിയ. ഞാൻ ഡീറ്റെയിലായിട്ട് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം നൗണൊക്കെ എന്താണ്. അപ്പോൾ നൗണ് 7 ടൈപ്സ് ഉണ്ട്. പ്രോപ്പർ നൗൺസ്, കോമൺ നൗൺസ്, കളക്റ്റീവ് നൗൺസ്, അബ്സ്ട്രാക്റ്റ് നൗൺസ്, കോൺക്രീറ്റ് നൗൺസ്, കൗണ്ടബിൾ നൗൺസ് ആൻഡ് അൺകൗണ്ടബിൾ നൗൺസ്. ഓക്കെ അപ്പോൾ പ്രോപ്പർ നൗൺസ് എന്താണെന്ന് വെച്ചാൽ അതൊരു പ്രോപ്പറായിട്ടുള്ള കാര്യത്തിന് ഒരു എന്താ പറയുക, ഡിനോട്ട് എ പർട്ടിക്കുലർ പേഴ്സൺ, പ്ലേസ്, തിങ്. ഓക്കെ, അതാണ് പ്രോപ്പർ നൗണ്. പിന്നെ കോമൺ നൗൺസ് എന്ന് പറഞ്ഞാൽ നെയിം ഗിവൺ ഇൻ കോമൺ ടു എവറി പേഴ്സൺ, പ്ലേസ്, തിങ്. അതായത് ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ പറയും ദാറ്റ് സ്റ്റുഡൻറ്റിനൊക്കെ നമ്മൾ കോമൺ ആയിട്ട് സ്റ്റുഡൻറ്റ് എന്ന് തന്നെയാണ് പറയുക. ഓക്കെ, അതുപോലെ ഫ്ലവേഴ്സ്, ടീച്ചർ, അങ്ങനെ കോമൺ നെയിം ചെയ്യുന്നതാണ് എന്ത്, കോമൺ നൗൺസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഉള്ളത് കളക്റ്റീവ് നൗൺസ് ആണ്. അതെന്താണെന്ന് വെച്ചാൽ നെയിം ഗിവൺ ടു എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ, പ്ലേസസ്. ഒരു ഗ്രൂപ്പിന് കളക്റ്റീവായിട്ട് പറയുന്നതാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ക്രൗഡ്, ബഞ്ച്, കോളനി അങ്ങനെയൊക്കെ പറയില്ലേ, അതാണ് കളക്റ്റീവ് നൗൺസ്. അപ്പോൾ കളക്റ്റീവ് നൗൺസ് എന്താണ്, നെയിം ഗിവൺ ടു എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്, പ്ലേസസ് ഓർ തിങ്സ്. കളക്റ്റീവ് കിട്ടോ, ഗ്രൂപ്പ്, ആ ഒരു തിങ് എന്താ പറയുക, സംഭവം ചിന്തിച്ച് വെക്കുക. പിന്നെ അബ്സ്ട്രാക്റ്റ് നൗൺസ് എന്ന് പറഞ്ഞാൽ നെയിം ഓഫ് സംതിങ് ദാറ്റ് ക്യാൻ ബി തോട്ട് എബൌട്ട് ബട്ട് നോട്ട് ടു ബി സീൻ ഓർ ടച്ച്ഡ്. അതായത് ഇപ്പോൾ നമുക്ക് ഇമാജിൻ, നമ്മുടെ ആ ഒരു ഫീലിങ്സിനുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ തോട്ട്സും ഇതൊക്കെ, ഇമാജിനേഷൻസൊക്കെ. അതായത് ഹണസ്റ്റി, ഡെത്ത്, ചൈൽഡ്ഹുഡ്, ട്രത്ത്, സോറോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, അബ്സ്ട്രാക്റ്റ് നൗൺസിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ അബ്സ്ട്രാക്റ്റ് നൗൺസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ നെയിം ഓഫ് സംതിങ് ദാറ്റ് ക്യാൻ ബി തോട്ട് എബൌട്ട് ബട്ട് നോട്ട് ടു ബി സീൻ ഓർ ടച്ച്ഡ്. നമുക്ക് തൊടാൻ പറ്റില്ല, നമുക്ക് അത് തോട്ട് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങൾ കേട്ടോ. എക്സാമ്പിൾ എന്താണ്, ചൈൽഡ്ഹുഡ്, ഡെത്ത്, ട്രത്ത്, സോറോ, അതൊക്കെ. പിന്നുള്ളതാണ് കോൺക്രീറ്റ് നൗൺസ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ യൂസ് ടു ഡിനോട്ട് ദ മാറ്റർ ഓർ സബ്സ്റ്റൻസ് ഓഫ് വിച്ച് തിങ്സ് ആർ മെയ്ഡ്. എന്തിൽ നിന്നാണ് ആ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്, സബ്സ്റ്റൻസ് ഓഫ് വിച്ച് തിങ്സ് ആർ മെയ്ഡ്, ആ ഒരു സംഭവം. ഇപ്പോൾ ഗോൾഡ്, ക്ലേ, പ്ലാസ്റ്റിക്, ബ്രിക്സ്, അതിനൊക്കെ നമ്മൾ കോൺക്രീറ്റ്, അതിൽ തന്നെ ഉണ്ട് കോൺക്രീറ്റ്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. പിന്നുള്ളത് എന്താണ്, കൗണ്ടബിൾ നൗൺസ്. അതെന്താണെന്ന് വെച്ചാൽ ദാറ്റ് ക്യാൻ ബി കൗണ്ടഡ്, അത് ഈസിയാണ്. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ടേബിൾസ്, ബോയ്സ്, ബിൽഡിങ്സ്, എക്സെട്ര. പിന്നുള്ളത് അൺകൗണ്ടബിൾ നൗൺസ്, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും 7 നൗൺസുകളാണ് ഇതിൽ പറയുന്നത്. പ്രോപ്പർ നൗൺസ് അതെന്താണെന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ പേഴ്സണെയോ ഒരു പ്ലേസിനെയോ ഒരു തിങ്ങിനെയോ അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ട് നമ്മൾ വലിയ വലിയ ആളുകളുടെ പേര് അല്ലെങ്കിൽ വലിയ വലിയ സംഭവങ്ങളൊക്കെയാണ് ക്യാപിറ്റൽ ലെറ്റർ വെച്ച് ചെയ്തത്. അപ്പോൾ അതൊക്കെ ഒരു നൗണായിട്ടാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക. പിന്നെ കോമൺ നൗൺസ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് വിളിക്കുന്ന പേര്, അതിന് എക്സാമ്പിളാണ് ടീച്ചർ, സ്റ്റുഡൻറ്റ്, ഫ്ലവർ, അതൊക്കെ. കളക്റ്റീവ് നൗൺസ് ഞാൻ പറഞ്ഞ ഗ്രൂപ്പാണ്, നെയിം ഗിവൺ ടു എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ, പ്ലേസ്, തിങ്സ്. ഓക്കെ, അത് ക്രൗഡ്, ഹേർഡ്, ബെഞ്ച്, കോളനി ഒക്കെയാണ് എക്സാമ്പിൾ. അബ്സ്ട്രാക്റ്റ് നൗൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമാജിനേഷൻ, നമ്മുടെ തിങ് ക്യാൻ ബി തോട്ട് ബട്ട് നോട്ട് ബി ടച്ച് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഫീലിങ്സ്, ചൈൽഡ്ഹുഡ്, ഡെത്ത്, സോറോ ഒക്കെ. കോൺക്രീറ്റ് നൗൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു സംഭവം, സബ്സ്റ്റൻസ് ഓഫ് വിച്ച് തിങ്സ് ആർ മെയ്ഡ്. അതിന് എക്സാമ്പിൾ ഗോൾഡ്, ക്ലേ, പ്ലാസ്റ്റിക്, ബ്രിക്സ് എന്ന ഇഷ്ടിക കേട്ടോ. പിന്നെ കൗണ്ടബിൾ നൗൺസ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നത്, അൺകൗണ്ടബിൾ നൗൺസ് കനോട്ട് ബി കൗണ്ടഡ് വൺ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. കനോട്ട് ബി കൗണ്ടഡ് വണ്ണിൽ പെടുന്നത് വാട്ടർ, റൈസ്, ഫർണിച്ചർ, അതൊക്കെ കേട്ടോ.
പിന്നെ പ്രോണൗൺ ആണ് നെക്സ്റ്റ് ഉള്ളത്. നൗണിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്? പ്രോണൗൺ. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ നൗൺ. അതെന്താണ്? ഐ, വി, യു, ഷീ, ഇറ്റ്, ദേ, മൈൻ, ഹർ, ഹിംസെൽഫ്, ഹെർസെൽഫ്, അതൊക്കെയാണ് എന്ത്? പ്രോണൗൺസിൽ വരുന്നത്. പിന്നെ നമ്മൾ നൗൺസ് പറഞ്ഞത് എന്താണ്? ഫോം ക്ലാസ് വേർഡ്സിലാണ് അല്ലേ? അതുപോലെ ഇത് വരുന്നത് ഫങ്ഷണൽ ക്ലാസ് വേർഡ്സിലാണ്, അഥവാ സ്ട്രക്ചറൽ ക്ലാസ് വേർഡ്സിൽ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്താണ്, അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് പ്രോണൗൺസ് ഏതൊക്കെ ടൈപ്സ് ഉണ്ട് നോക്കാം. പ്രോണൗൺസ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് പേഴ്സണൽ പ്രോണൗൺസ്, പൊസസീവ് പ്രോണൗൺസ്, പിന്നെ റിഫ്ലെക്സീവ് പ്രോണൗൺസ്, എംഫാറ്റിക് പ്രോണൗൺസ്, ഡിമോൺസ്ട്രേറ്റീവ് പ്രോണൗൺസ്, ഇൻഡെഫിനിറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടീവ്. അപ്പോൾ ഇത്രയും പ്രോണൗൺസുകളാണ്. സിമ്പിളാണ്, പേടിക്കണ്ട. പേഴ്സണൽ പ്രോണൗൺസിലുള്ളത് നമ്മുടെ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ഓരോരോ വ്യൂസിൻ്റെ കണ്ണിൽ വെച്ച് നമ്മൾ എഴുതും അല്ലേ? ഐ വെച്ചിട്ട്, ഹി വെച്ചിട്ട്, ഹി ഓർ ഷീ, അല്ലെങ്കിൽ ദേ, ഇറ്റ്, അങ്ങനെ നമ്മൾ എഴുതും. അപ്പോൾ അതാണ് ഈ ഒരു പേഴ്സണൽ പ്രോണൗൺസിൽ വരുന്നത്. ദേ ആർ അസോസിയേറ്റഡ് പ്രൈമർലി വിത്ത് എ പർട്ടിക്കുലർ ഗ്രാമാറ്റിക്കൽ പേഴ്സൺ. ഒരു പേഴ്സണെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടാവും. ഫസ്റ്റ് പേഴ്സൺ ആവാം, സെക്കൻഡ് പേഴ്സൺ ആവാം, തേർഡ് പേഴ്സൺ ആവാം. ദേ ഓൾസോ ടേക്ക് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ബേസ്ഡ് ഓൺ നമ്പർ, ഗ്രാമാറ്റിക്കൽ ഓർ നാച്ചുറൽ ജെൻഡർ കേസ് ആൻഡ് ഫോർമാലിറ്റി. ഇപ്പോൾ ഫസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ ദ പേഴ്സൺ ഹൂ സ്പീക്സ്, ആരാണത് സ്പീക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഫസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ എൻ്റെ രീതിയിൽ നിന്ന് ചെയ്തും. ഫസ്റ്റ് പേഴ്സൺ ആരാണ്? ഐ, വി, അതാണ്. പിന്നെ ദ പേഴ്സൺ സ്പോക്ക് ടു, അത് യു ആവും. പിന്നെ ദ പേഴ്സൺ ഓർ തിങ്സ് സ്പോക്കൺ ഓഫ്, ആരെങ്കിലും കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഹി, ഷീ, ഇറ്റ്, ദേ. ഓക്കെ, അതാണ് പേഴ്സണൽ പ്രോണൗൺസിൽ വരുന്നത്. പിന്നെ സെക്കൻഡ് വണ് പൊസസീവ് പ്രോണൗൺസ് ആണ്. പൊസസീവ് പ്രോണൗൺസ് എന്താണെന്ന് വെച്ചാൽ അത് ഒരു ഇറ്റ് ഷോ ഓണർഷിപ്പ്, ബട്ട് ഇറ്റ് ഡസൻ കം ബിഫോർ എ നൗൺ ഓർ എ നൗൺ ഫ്രേസ്. ഇറ്റ് സ്റ്റാൻഡ് എലോൺ ആൻഡ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ടു റീപ്ലേസ് എ നൗൺ. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പറയും ദാറ്റ് ബാഗ് ഈസ് മൈൻ. അതെന്താണ്? ദാറ്റ് ബാഗ് ഈസ് മൈൻ എന്ന് പറയുന്നതാണ് പൊസസീവ് പ്രോണൗൺസ്. പക്ഷേ നമ്മളിങ്ങനെയും പറയല്ലേ, ദാറ്റ് ഈസ് മൈ ബാഗ്, അങ്ങനെ നമ്മൾ പറയും. പക്ഷേ ആ മൈൻ്റെ പകരം നമ്മൾ മൈൻ അല്ലെങ്കിൽ ദയേഴ്സ്, യുവേഴ്സ്, ഹേഴ്സ്, ഹിസ് എന്നൊക്കെ ആക്കി കൊടുക്കുന്നതാണ് ഇതിലെ എന്ന് പറയുന്നത് പൊസസീവ് പ്രോണൗൺ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ പൊസസീവ് അഡ്ജക്റ്റീവ് ഉണ്ട്. പൊസസീവ് അഡ്ജക്റ്റീവിന് എക്സാമ്പിൾ ചോദിച്ചാൽ നമ്മൾ എഴുതണം ദാറ്റ് ഈസ് ഹെർ ബാഗ്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് മൈ ബാഗ്, ദാറ്റ് ഈസ് ദയർ ബാഗ്. ഇനി നമ്മൾ പൊസസീവ് പ്രോണൗൺ ആക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ അപ്പോൾ എന്ത് ചെയ്യണം? ദാറ്റ് ബാഗ് ഈസ് മൈൻ, അല്ലെങ്കിൽ ദാറ്റ് ബാഗ് ഈസ് ദയേഴ്സ്, യുവേഴ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ യുവേഴ്സ്, ആ യെസ് വരുന്ന ആ ഫോമില്ലേ, അത് നമ്മൾ ആക്കി കൊടുക്കണം. ഓക്കെ, റീപ്ലേസ് ചെയ്തിട്ട് ആക്കി കൊടുക്കണം. അതാണ് പൊസസീവ് പ്രോണൗൺ എന്ന് പറഞ്ഞാൽ. അടുത്തത് റിഫ്ലെക്സീവ് പ്രോണൗൺസ്. റിഫ്ലെക്സീവ് എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു വെർബിൽ ദ ആക്ഷൻ ഓഫ് ദ വെർബ് ടു ദ സബ്ജക്റ്റ് ഇറ്റ് സെൽഫ്, ആ ഒരു റിട്ടേൺസ് ദ ആക്ഷൻ ഓഫ് ദ വെർബിൽ ആ ഒരു ആക്ഷന് സബ്ജക്റ്റിൽ തന്നെ ആവുകയാണ് ചെയ്യുന്നത്. അതായത് ആ സബ്ജക്റ്റിൽ നമ്മൾ കൂടുതൽ എന്താ പറയുക, ഒരു ഊന്നി പറയുക സബ്ജക്റ്റിനെ. അപ്പോൾ ഇതിൽ വരുന്നത് ദേ ഫൗണ്ട് ദംസെൽഫ് ഇൻ ഗ്രേറ്റ് ഡേഞ്ചർ. അപ്പോൾ ഇതിൽ ദംസെൽഫ്സ് ആണ് അവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ ദം എന്ന് മതി, ദേ ഫൗണ്ട് ദം ഇൻ ഗ്രേറ്റ് ഡേഞ്ചർ എന്ന് മതി. പക്ഷേ അവർ അവിടെ ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് സ്ട്രെസ് ചെയ്ത് പറയുമ്പോൾ ദംസെൽഫ്സ്, ഹിംസെൽഫ് എന്നൊക്കെ ആവും. അതാണ് ഈ ഒരു റിഫ്ലെക്സീവ് പ്രൊണൗൺസിൽ പറയുന്നത്. അതായത് റിട്ടേൺസ് ദ ആക്ഷൻ ഓഫ് ദ വെർബ് ടു ദ സബ്ജക്റ്റ് ഇറ്റ് സെൽഫ്. വെർബിലെ ആക്ഷന് സബ്ജക്റ്റിലേക്ക് മാത്രം ഒതുങ്ങിച്ചേരുകയാണ് ചെയ്യുന്നത്. ഹി ക്യാപ്റ്റ് ദ കീസ് ഹിംസെൽഫ്, കണ്ടോ, ഹിമ്മാണ് അവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ അതിനൊന്നുകൂടി സ്ട്രെസ് ചെയ്ത് പറഞ്ഞ് ഹിംസെൽഫ്. പിന്നെ ദി ചിൽഡ്രൻ ഡിഡ് ദെയർ ഹോംവർക്ക് ദംസെൽഫ്സ്. ഓക്കെ, അടുത്തതാണ് എംഫാറ്റിക് പ്രോണൗൺസ്. എംഫാറ്റിക് പ്രോണൗൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെൽഫിനെ ഒന്നും കൂടി എംഫസൈസ് ചെയ്യുക. എംഫാറ്റിക് എന്നുള്ളതിൽ തന്നെ ഉണ്ട് എംഫസൈസ് കേട്ടോ. ഒന്നും കൂടി നമ്മൾ ഊന്നി പറയുക, സ്ട്രെസ് ചെയ്ത് പറയുക. റിഫ്ലെക്സീവിൽ നമ്മൾ ആക്ഷനെ അത് നമ്മൾ ഓർത്ത് വെക്കണം. കാരണം ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഇത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇതിലേതാണ് റിഫ്ലെക്സീവ്, ഏതാണ് എംഫാറ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് വെക്കണം, എന്നാലേ നമുക്ക് കണ്ടെത്തി എഴുതാൻ പറ്റുള്ളൂ.
അപ്പോൾ എംഫറ്റിക്കിൽ പറയുന്നത് നമ്മൾ സെൽഫിനെ ഒന്നും കൂടി സ്ട്രെസ് ചെയ്ത് പറയുക. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ പറയണം, അവൾ സ്വന്തം കമ്പോസ് ചെയ്തൊരു സോങ്, ഷീ കമ്പോസ്ഡ് എ സോങ് എന്ന് പറഞ്ഞാൽ മതി, ദിസ് സോങ് അല്ലെങ്കിൽ എ സോങ്. പക്ഷെ നമ്മളതൊന്നും കൂടി അവളെ തന്നെ നമ്മളെ സെൽഫിനെ സ്ട്രെസ് ചെയ്ത് പറയുമ്പോൾ ഷീ ഹെർ സെൽഫ് കമ്പോസ്ഡ് ദിസ് സോങ് എന്നായിട്ട് മാറും അല്ലേ. അതുപോലെ തന്നെ ദ പ്രസിഡൻറ്റ് ഹിംസെൽഫ് കൺഗ്രാറ്റുലേറ്റഡ് ദ സയൻറ്റിസ്റ്റ്. സെൽഫിനെ ഒന്നും കൂടി എന്ത് ചെയ്യുക, നമ്മൾ എംഫസൈസ് ചെയ്ത് പറയാം കേട്ടോ. മറ്റേത് എന്താണ്, ആ സബ്ജക്റ്റിനെ എംഫസൈസ് ചെയ്ത് പറയുകയാണ്, അത് റിഫ്ലക്സീവാണ്. ഇത് സെൽഫിനെ കേട്ടോ, അപ്പോൾ അത് ഓർത്ത് വെക്കണം. പിന്നുള്ളതാണ് ഡിമോൺസ്ട്രേറ്റീവ് പ്രൊണൗൺസ്. അപ്പോൾ ഈ ഒരു പ്രൊണൗൺസുകൾ പോയിൻ്റ് ഔട്ട് സം വൺ ഓർ സംതിങ് ആസ് ദിസ്, ദാറ്റ്, ദിസ്, ദോസ്. ഓക്കെ, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ആ വാക്ക് ഓർത്ത് വെക്കുക. ഡിമോൺസ്ട്രേറ്റീവ് എന്താണ്, ഡി TH അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ദിസ്, ദോസ്, ദിസ്, ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇതില്ല. ദിസ് ഈസ് ദ ബുക്ക് ദാറ്റ് ഷീ തോട്ട്, ദോസ് മാംഗോസ് ആർ വെരി സ്വീറ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എക്സാമ്പിൾ ചെയ്താൽ കേട്ടോ. അത് ഡി വെച്ചിട്ട് നമ്മൾ ഓർത്തെക്കണം, ഏതാണ് നമുക്ക് മനസ്സിലാവില്ല, കുറേ ഉണ്ടല്ലോ. അപ്പോൾ ഡി എന്നുള്ളത് ഡിമോൺസ്ട്രേറ്റീവ് പ്രൊണൗൺസിലെ ഡി ഫസ്റ്റ് ഓർത്തെക്കുക. അപ്പോൾ ഡിക്ക് നമ്മൾ TH ഇട്ട് കൊടുക്കുന്നു. ദിസ്, ദോസ്, ദാറ്റ്, ദിസ്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും സൂത്രപ്പണി ചെയ്ത് വെക്കുക. അറിയുന്നവർ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇൻഡെഫിനിറ്റ് പ്രൊണൗൺസിൽ അടുത്തത് വരുന്നത് ഇൻഡെഫിനിറ്റ് ആണ്. അതായത് ദേ സ്റ്റാൻഡ് ഫോർ നോ പർട്ടിക്കുലർ പേഴ്സൺ ഓർ തിങ്സ്. ഒരു പർട്ടിക്കുലർ പേഴ്സണോ തിങ്ങോ ഒന്നുമില്ല. ദേ ഡു നോട്ട് ഇൻഡിക്കേറ്റ് ദ എക്സാക്റ്റ് ഒബ്ജക്റ്റ്. ഒരു കറക്റ്റ് ഒബ്ജക്റ്റ് അങ്ങനെയൊന്നും പറയില്ല. എക്സാമ്പിളായിട്ട് സംബഡി, എനിബഡി, സംതിങ്, എനിത്തിങ്, നോൺ, അനദർ, ഫ്യൂ, സം അതർ, എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇൻഡെഫിനിറ്റ് എന്നുള്ളത് നോ പർട്ടിക്കുലർ പേഴ്സൺ. ഡെഫിനിറ്റ്ലി ഒരു പർട്ടിക്കുലർ പേഴ്സണോ തിങ്സോ ഒന്നുമില്ല. അത് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ലാസ്റ്റ് വരുന്നതാണ്, ലാസ്റ്റ് തന്നെയല്ലേ, അല്ല കേട്ടോ, ലാസ്റ്റ് അല്ല, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊണൗൺസ്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊണൗൺസ് എന്ന് പറഞ്ഞാൽ കൺസിഡേഴ്സ് പേഴ്സൺസ് ഓർ തിങ്സ് സെപ്പറേറ്റ്ലി റാദർ ദാൻ കളക്റ്റീവ്ലി. അതായത് നമുക്കിപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനോട് നമുക്ക് പറയണം, നിങ്ങളെല്ലാവരും ചെയ്തു വരണം. അപ്പോൾ നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് പറയുന്നതിന് പകരം നമ്മളത് കളക്റ്റീവായിട്ട് പറയൂല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈച്ച് ഓഫ് ദ സ്റ്റുഡൻറ്റ് മസ്റ്റ് ഹാവ് സബ്മിറ്റ് യുവർ അസൈൻമെൻറ്റ്, അങ്ങനെയൊക്കെ നമ്മൾ പറയും. ഈച്ച് വെച്ചിട്ട് പറയും, ഓരോരുത്തരും. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊണൗൺ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൽ വരുന്നത് എന്തൊക്കെയാണ്, എയ്തർ, നെയ്തർ, ഈച്ച്, എവ്രി വൺ, എവ്രിബഡി, എവ്രിതിങ്. അപ്പം നമ്മൾ സെപ്പറേറ്റ് ഓരോ സ്റ്റുഡൻറ്റിന് പകരം പറയുന്നതിന് പകരം നമുക്ക് കളക്റ്റീവായിട്ട് പറയാം, ഈച്ച്, എവ്രിബഡി, എവ്രിതിങ്, അങ്ങനെ നമുക്ക് പറയാം, എവ്രി വൺ. ഓക്കെ, എയ്തർ, നെയ്തർ. അപ്പോൾ ഇതൊക്കെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊണൗൺസിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിൾ തന്നെയാണിത്. ഈച്ച് സ്റ്റുഡൻറ്റ് ഹാസ് ടു ഫിൽ ദ ആപ്ലിക്കേഷൻ ഫോം. എനി വൺ ക്യാൻ ഡു ദിസ് ഇഫ് ഹി ട്രൈസ്. എവരി വൺ ലൈക്സ് ടു ബി അപ്രീഷിയേറ്റഡ്. ഓക്കെ, അത്രയാണ്. അടുത്തത് റെസിപ്രോക്കൽ പ്രൊണൗൺസ്. അതായത് ദിസ് ടൈപ്പ് ഓഫ് പ്രൊണൗൺസ് ആർ യൂസ്ഡ് ടു എക്സ്പ്രസ് മ്യൂച്വൽ ആക്ഷൻസ്. മ്യൂച്വൽ, റെസിപ്രോക്കൽ, അങ്ങനെ നമ്മൾ ഓർത്ത് വെക്കാം കേട്ടോ. മ്യൂച്വൽ, റെസിപ്രോക്കൽ, അതായത് റിലേഷൻഷിപ്പ് ലൈക്ക് ഈച്ച് അതർ ആൻഡ് വൺ അനദർ. ഇപ്പോൾ നമ്മൾ പറയാം ദേ അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ വെരി വെൽ. ഓക്കെ, ഈച്ച് അതർ, അതാണ് അവിടുത്തെ ഒരു റെസിപ്രോക്കൽ പ്രൊണൗൺ ആയിട്ടുള്ളത്. പിന്നെ ദേ ഹെൽപ്ഡ് വൺ അനദർ ഇൻ ഡിഫിക്കൽട്ട് ടൈംസ്. ഓക്കെ, അപ്പം ഈച്ച് അതറും വൺ അനദറും ഓർത്ത് വെക്കുക. അതെന്താണ്, മ്യൂച്വൽ ആക്ഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കാണിക്കാൻ. ഓക്കെ, അപ്പോൾ റെസിപ്രോക്കൽ എന്ന് നമ്മൾ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരണം മ്യൂച്വൽ ആക്ഷൻ. ഓക്കെ, പരസ്പരം നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു സംഭവം. അപ്പോൾ അതിൽ വരുന്ന എക്സാമ്പിൾ ഈച്ച് അതറും വൺ അനദറും ആണ്, അത് ഓർത്ത് വെക്കണം. പിന്നുള്ളതാണ് ഇൻട്രോഗേറ്റീവ് പ്രൊണൗൺസ്. അതിൽ ഹൂം, ഹൂസ്, അതുപോലെ വാട്ട്, വിച്ച്. നമ്മൾ ആ ക്വസ്റ്റ്യൻ ഇല്ലേ, ഹൂ ഈസ് ദ പ്രസിഡൻറ്റ് ഓഫ് ദിസ് ക്ലബ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഉള്ളത് എന്താണ്, ഇൻട്രോഗേറ്റീവ് പ്രൊണൗൺസ് ആണ്. അപ്പോൾ WH ക്വസ്റ്റ്യൻസുകൾ വിച്ച് സ്റ്റാൻഡ് ഫോർ ദ പേഴ്സൺ ഓർ തിങ്സ് അബൌട്ട് വിച്ച് ക്വസ്റ്റ്യൻ ആർ ആസ്ക്ഡ്. ഓക്കെ, അതാണ്. അപ്പോൾ WH ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾക്കത് ഇൻട്രോഗേറ്റീവ് പ്രൊണൗൺ ആണ് എന്ന് നമ്മൾ ഓർത്ത് വെക്കണം. മ്യൂച്വൽ കാണുമ്പോൾ റെസിപ്രോക്കൽ പ്രൊണൗൺ ആണ്. പിന്നെ WH വരുമ്പോൾ ഇൻട്രോഗേറ്റീവ് ആണ്. പിന്നുള്ളതാണ് റിലേറ്റീവ് പ്രൊണൗൺ, ലാസ്റ്റ് താട്ടോ അത്.
അതെന്തിനാന്ന് വെച്ചാൽ യൂസർ ടു റെഫർ ടു നൗൺസ് മെൻഷൻഡ് പ്രീവിയസ്ലി, അതായത് വെദർ ദേ ആർ പീപ്പിൾ, പ്ലേസസ്, തിങ്സ്, ആനിമൽസ് ഓർ ഐഡിയാസ്, ദേ ക്യാൻ ഓൾസോ ബി യൂസർ ടു ജോയിൻ ടു സെൻറ്റൻസസ്. അതായത് അത് നമ്മളിങ്ങനെ പറയില്ലേ, നമ്മൾ ഇപ്പോൾ ദ ബോയ്, നമ്മൾ ഒരാളങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയാൻ മുമ്പ് നമ്മൾ വായിച്ചിട്ടുണ്ടാവും അത്, പക്ഷെ അത് ആ ആൾ വീണ്ടും വന്നാലേ അപ്പോൾ നമ്മൾ പറയാം ദ ബോയ് ആരാണ്, ഹു വോൺ ദ ഗെയിം ഈസ് മൈ നൈബർ. നമ്മളങ്ങനെ പറയില്ല, അന്ന് ആ കളിയിൽ ജയിച്ച ആളില്ലേ അതെൻ്റെ നൈബറാണ്. അങ്ങനെ നമ്മൾ ഒന്നും കൂടി അവനെ എടുത്ത് പറയാൻ നമ്മൾ ഹു എന്ന് ചേർക്കും അല്ലേ. പിന്നെ നമ്മൾ പറയും ദ വർക്ക് വിച്ച് ഹാസ് ബീൻ അലോട്ടഡ്, വിച്ച് ഹാസ് ബീൻ, എനിക്ക് അന്ന് തന്ന ആ ഒരു വർക്ക് അലോട്ടഡ് ടു മീസ് കംപ്ലീറ്റ്. അങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു WH ഉണ്ടല്ലോ, അതാണ് ഈ റിലേറ്റീവ് പ്രൊണൗൺസിൽ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ റിലേറ്റീവ് പ്രൊണൗൺസ് എന്താണ്, ദേ ആർ യൂസർ ടു റെഫർ ടു നൗൺസ് മെൻഷൻഡ് പ്രീവിയസ്ലി. നമ്മൾ മുമ്പ് മെൻഷൻ ചെയ്യണം, എന്നാലും നമുക്ക് അന്ന് കണ്ട ആ ബോയ് ഇല്ലേ അവനാണ് എൻ്റെ നൈബർ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ല മുമ്പൊന്നും പറയാതെ ഏത് ബോയ് എന്ന് വെച്ചിരിക്കും. അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, ഹൂ, വിച്ച്. ഓക്കെ, അപ്പോൾ പ്രീവിയസ്ലി എന്ന് മെൻഷൻഡ് പ്രീവിയസ്ലി അവിടെ എഴുതണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിലെ എക്സസൈസുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഒരു എക്സസൈസ് തന്നിട്ടുണ്ട്, ഞാൻ മുമ്പ് പറഞ്ഞതാണത്. അത് റിഫ്ലക്സീവ് പ്രോണൗൺ ആണോ എംഫറ്റിക് പ്രോണൗൺ ആണോ തിരിച്ചറിയാനാണ്. ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഷീ കുക്സ് ഹെർ ഫുഡ് ഓൾ ബൈ ഹെർ സെൽഫ്. അപ്പോൾ അതിൽ സബ്ജക്റ്റാണ് ഷീ. അപ്പോൾ സബ്ജക്റ്റിനാണ് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, സ്ട്രെസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സബ്ജക്റ്റിനെ സ്ട്രെസ് ചെയ്യുമ്പോൾ അതെന്താണ്, റിഫ്ലക്സീവ് ആണ്. ഓക്കെ, രണ്ടാമത് നോക്കൂ, ഐ മൈസെൽഫ് വിൽ ടേക്ക് യു ദർ. ഐ വിൽ ടേക്ക് യു ദർ എന്ന് പറഞ്ഞാൽ മതി, പക്ഷേ സെൽഫിന് സ്ട്രെസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈസെൽഫ് എന്ന് പറഞ്ഞപ്പോൾ അതെന്താണ്, എംഫറ്റിക് ആണ്. ഓക്കെ, തേർഡ് വണ്ണ്, ദ ഡോഗ് വാസ് എൻജോയിങ് ഇറ്റ് സെൽഫ് ചേസിങ് ദ ക്യാറ്റ്. അപ്പോൾ ഡോഗാണ് ഇവിടുത്തെ സബ്ജക്റ്റ്, ഇറ്റ് സെൽഫ് വന്നിട്ടുണ്ട്, അത് റിഫ്ലക്സീവ് ആണ്. വി എൻജോയ്ഡ് അവർ സെൽഫ്സ്, എംഫറ്റിക് ആണ് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് അഡ്ജക്റ്റീവാണ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നൗണിനെ നമ്മൾ നൗണിൻ്റെ ക്വാളിറ്റി, കൈൻഡ്, ക്വാണ്ടിറ്റി, നമ്പറൊക്കെ ഒന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ വെർബിൻ്റെ ക്വാളിറ്റി, കൈൻഡ്, അതുപോലെ നമ്പർ ഇതൊക്കെ സ്പെസിഫൈ ചെയ്യുന്നതാണ് എന്ത്, അഡ്വേർബ്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കണം. നെക്സ്റ്റ് നമ്മൾ അഡ്വേർബ് പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ക്വാളിറ്റി, കൈൻഡ്, ക്വാണ്ടിറ്റി, നമ്പർ എക്സെട്ര ഓഫ് ദ പേഴ്സൺ ഓർ തിങ് റെപ്രസെൻറ്റഡ് ബൈ ദ നൗൺ ഈസ് അഡ്ജക്റ്റീവ്. ഓക്കെ, അപ്പോൾ അഡ്ജക്റ്റീവ് നമുക്ക് 6 മെയിൻ കൈൻഡ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റാണ് അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി ഓർ ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്. ഇപ്പോൾ ക്വാളിറ്റി കാണിക്കുന്നതാണ്, എല്ലാവർക്കും അറിയാം. ടോം ഈസ് എ ഗുഡ് ടീച്ചർ, ദ സ്കൈ ഈസ് ക്ലൗഡി, ഷീ ഈസ് പ്രെറ്റി, അങ്ങനെയൊക്കെ പറഞ്ഞ് ക്വാളിറ്റി കാണിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ക്വാളിറ്റി കാണിക്കുന്നതിൽ തന്നെ ക്വാളിറ്റി, അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റിയിൽ തന്നെ ഇപ്പോൾ പ്രസൻറ്റ് അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് വെർബൊക്കെ വന്നാൽ, അതായത് INGയോ V3 ഫോമോ വന്നാൽ അതെന്താണ്, പാർട്ടിസിപ്പിൾ അഡ്ജക്റ്റീവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ദ ബേബി ഹാസ് എ സ്മൈലിംഗ് ഫേസ്. അവിടെ ING വന്നതുകൊണ്ട് തന്നെ എന്താണ്, അത് പ്രസൻറ്റ്, അത് പാർട്ടിസിപ്പിൾ അഡ്ജക്റ്റീവാണ്. ഓക്കെ, പിന്നെ V3, ദ ബ്രോക്കൺ ഗ്ലാസ് പീസസ് ഷുഡ് ബി റിമൂവഡ്. അത് V3 വന്നു, പാസ്റ്റ് പാർട്ടിസിപ്പിൾ വന്നു, അപ്പോൾ എന്താണ്, അത് പാർട്ടിസിപ്പിൾ അഡ്ജക്റ്റീവാണ്. പിന്നെ ഉള്ളതാണ് സെക്കൻഡ് അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി കാണിക്കുന്നതാണ്. ദ ബേബി ഡ്രാങ്ക് എ ലിറ്റിൽ മിൽക്ക്, മണി, മച്ച് മണി, എനി വെജിറ്റബിൾ, നോ ബ്രേക്സ്, അതൊക്കെ കാണിക്കുക. അതൊക്കെ എല്ലാവർക്കും അറിയാവും. ഓക്കെ, അപ്പം ഞാൻ അതൊന്നും അധികം പറയുന്നില്ല. അഡ്ജക്റ്റീവ്സ് ഓഫ് നമ്പർ, ദേ ഡിനോട്ട് ഹൗ മെനി പേഴ്സൺ ഓർ തിങ്സ്. ഓക്കെ, അത് നമുക്കറിയാം. 1 or 2, 3 അങ്ങനെയൊക്കെയുള്ള ആ സംഭവങ്ങൾ അതൊക്കെ ടെക്സ്റ്റിലുണ്ട്. എക്സാമ്പിളൊക്കെ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെയുള്ളതാണ് ഡിമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്. അതായത് ദിസ് കൈൻഡ് ഓഫ് അഡ്ജക്റ്റീവ് പോയിൻ്റ് ഔട്ട് വിച്ച് പേഴ്സൺ ഓർ തിങ് ഈസ് റെഫേർഡ് ടു. അപ്പോൾ അതായത് ഒരു പോയിൻ്റ് ഔട്ട് ചെയ്യുക, ഈ ഒരു സംഭവം അതിനെ റെഫർ ചെയ്യാൻ വേണ്ടി, ഈ ഒരു പേഴ്സൺ, ഈ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ദിസ് ക്ലോത്ത്സ്, ദോസ് റോസസ്, ദിസ് ജോബ്, സച്ച് ഡിസിഷൻസ്. ഓക്കെ, ആ ഒരു പോയിൻ്റ് ഔട്ട് ചെയ്ത് പറയും, ഈ കാര്യം, ആ കാര്യം, അങ്ങനെ ഒരു പേഴ്സണെയോ അല്ലെങ്കിൽ ഒരു തിങ്ങിനെയോ പോയിൻ്റ് ഔട്ട് ചെയ്ത് പറയുന്ന അഡ്ജക്റ്റീവാണ് ഡിമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്. ഡിമോൺസ്ട്രേറ്റീവ് നോക്കി വെക്കാം കേട്ടോ, പോയിൻ്റ് ഔട്ട്.
അപ്പോൾ നെക്സ്റ്റ് വൺ ആണ് ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്. അത് റെഫർ ചെയ്യുന്നത് എന്താണ്? ഈച്ച് വൺ ഓഫ് ടു ഓർ മോർ പേഴ്സൺ ഓർ തിങ്സ് ടേക്കൺ സിംഗ്ലി ഓർ ഇൻ സെപ്പറേറ്റ് ഗ്രൂപ്പ്സ്. നമ്മൾ നേരത്തെ പ്രോണൗണിൽ പറഞ്ഞു ഈച്ച്, എവരി, നെയ്തർ, എയ്തർ ഒക്കെ. അതുപോലെ ഇവിടെയുള്ളതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്. അത് റെഫർ ടു ഈച്ച് വൺ ഓഫ് ടു ഓർ മോർ പേഴ്സൺ തിങ് ടേക്ക് സിംഗ്ലി. നമ്മൾ ഇപ്പോൾ എല്ലാ ഒരു കളക്റ്റീവായിട്ടുള്ള ഗ്രൂപ്പിനോട് നമ്മൾ പറയാണ് ഈച്ച് വൺ അല്ലെങ്കിൽ സിംഗിൾ. എന്നാലാണെങ്കിൽ ഓരോരുത്തരോടും കൂടിയാണേനും, പക്ഷെ നമ്മളൊരു കളക്റ്റീവായിട്ട് ഗ്രൂപ്പിനോടാണ് പറയുന്നതെന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഈച്ച്, എയ്തർ, നെയ്തർ, എവരി ഡേ, എവരിബഡി അങ്ങനെയൊക്കെ നമ്മൾ പറയും. ഓക്കെ, പിന്നെ അതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്. ഓർത്ത് വെക്കണം. ഡെമോൺസ്ട്രേറ്റീവ് എന്താണ്? പോയിൻ്റ് ഔട്ടാണ്. ഡിസ്ട്രിബ്യൂട്ടീവ് നമ്മൾ ഈച്ച് വൺ അല്ലെങ്കിൽ ഈച്ച് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ ഡിസ്ട്രിബ്യൂട്ടീവിന്. പിന്നെ ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് വാട്ട്, വിച്ച്, വൂസ്, വെൻ, ദേ ആർ, വെൻ എന്നൊക്കെ ഉള്ളതാണ് എന്താണ് യൂസ്ഡ് വിത്ത് നൗൺസ് ടു ഫോം ക്വസ്റ്റ്യൻസ്. നമ്മൾ നൗൺസിൻ്റെ കൂടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് ഒരു കാര്യം ശ്രദ്ധിക്കണം, നൗൺസിൻ്റെ കൂടെ ഉണ്ടോ ഉണ്ടാക്കുന്നത്, അല്ലാതെ വെർബിൻ്റെ കൂടെയോ വേറെ ഒന്നിൻ്റെയോ അല്ല. നൗൺസിൻ്റെ കൂടെ നമ്മൾ WH ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താണ് കിട്ടുന്നതാണ് ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ്സ്. അപ്പോൾ ഊസ് ബുക്ക്, ബുക്ക് എന്താണ്? ഒരു നൗണാണ്. അപ്പോൾ ഊസ് ബുക്ക് ഈസ് ദിസ്, വിച്ച് ബുക്ക് ഈസ് ദിസ് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. പിന്നെ ഉള്ളത്, അപ്പോൾ നമ്മൾ അഡ്ജക്റ്റീവും ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ നൗണ്, പ്രോണൗണ്, അഡ്ജക്റ്റീവ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളതാണ് ഡിറ്റർമിനേഴ്സ്. അതും കൂടി ഡിസ്കസ് ചെയ്തിട്ട് ബാക്കി നമുക്ക് നെക്സ്റ്റിൽ 8 ടോട്ടലി ഉള്ളത്. അപ്പോൾ 4 ഈ വീഡിയോയിലും ബാക്കി 4 നെക്സ്റ്റ് വീഡിയോയിലും ആക്കുക. ഡിറ്റർമിനേഴ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യത്തിനെ പ്രിഫർ ചെയ്യുക. ഡിറ്റർമിനേഴ്സ് നമുക്കൊക്കെ അറിയാം അല്ലേ? ദ കേറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്ത് പറയുന്നതാണ്. ദാറ്റ്, ആന് അല്ലെങ്കിൽ എയ്തർ, നെയ്തർ അതൊക്കെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈച്ചൊക്കെ. അപ്പോൾ ഡിറ്റർമിനേഴ്സ് ആർ ഫങ്ഷൻ ക്ലാസ് വേർഡ്സുകളാണ് ദാറ്റ് പ്രിഫർ നൗൺസ്. നൗൺസിനെ ഒന്നുകൂടി പ്രിഫർ ചെയ്യുക അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് പറയുക. ദാറ്റ് ബോയ് അല്ലെങ്കിൽ ദി കാറ്റ് അല്ലെങ്കിൽ ദ എലഫൻറ്റ്, എ ബുക്ക് അങ്ങനെയൊക്കെ പറയുമ്പോൾ അതെന്താണ്? ഈച്ച് സ്റ്റുഡൻറ്റ്. അതൊക്കെ എന്താണ്? ഡിറ്റർമിനേഴ്സ് ആണ്. ഇതിലുണ്ട് എക്സാമ്പിളൊക്കെ മച്ച്, ലിറ്റിൽ, സെവറൽ, ഫ്യൂ, ബോത്ത്, ദോസ്, മെനി, ദിസ് അതൊക്കെ വരുന്നത് എന്താണ്? ഡിറ്റർമിനേഴ്സിലാണ് കേട്ടോ. അപ്പോൾ ഡിറ്റർമിനേഴ്സ് എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ ക്ലാസ് വേർഡ്സ് ആണ് ദാറ്റ് പ്രിസൈഡ് ആൻഡ് മോഡിഫൈ നൗൺസ് അല്ലെങ്കിൽ പ്രിഫർ നൗൺസ്. ഇനഫ്, ഓള്, എലോട്ടൊക്കെ അതിലാണ് വരുന്നത്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം നമ്മൾ ഓരോ സെൻറ്റൻസ് തന്നിട്ട് ഇത് ഏതാണ് അതേതാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്കത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ഇത്രയും മതി. ഒരുപാട് ലോങ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് 4 സംഭവങ്ങളൂടി ഡിസ്കസ് ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഇനി വെർബും അഡ്വേർബും പ്രിപ്പോസിഷൻസും കൺജക്ഷൻസൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.